മഹാശിവരാത്രിയുടെ ഐതിഹ്യം അറിയാമോ? മഹർഷി ദുർവാസവ് ഒരു ദിവ്യമാല ഇന്ദ്രൻ സമ്മാനിച്ചു. എന്നാൽ ഇന്ദ്രൻ അത് ഉചിതമായ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്തില്ല. ഇതിനാൽ ദുർവാസ മഹർഷിയുടെ ശാപഫലമായി ദേവന്മാർ ബലഹീനരായി. തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാൻ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയാർത്ഥികളായി സമീപിച്ചു. മഹാവിഷ്ണു അമൃതം സമുദ്രത്തിൽ നിന്ന് പുറത്തെടുക്കാൻ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചു. പാലാഴി കടയുന്നതിനായി മന്ദരപർവ്വതവും മാധാനത്തിന് കയറായി വാസുകി സർപ്പത്തെയും ഉപയോഗിച്ചു. എന്നാൽ മന്ദരപർവ്വതം വളരെ ഭാരം ആയതിനാൽ അത് സമുദ്രത്തിൽ മുങ്ങി. ഇതിനെ ഉയർത്തുവാനായി വിഷ്ണു തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമ്മമായി മന്ദരപർവ്വതത്തെ തോളിൽ താങ്ങി നിർത്തി. എന്നാൽ വീണ്ടും പാലാഴി കടയുമ്പോൾ വാസുകി സർപ്പത്തിന് താങ്ങാൻ ആവാതെ കാളകൂട വിഷം പുറത്തുവന്നു. ദേവന്മാർ വിഷം നിയന്ത്രിക്കാൻ ശിവനെ ശരണം പ്രാപിച്ചു. ശിവൻ കാളകൂട വിഷം സ്വയം കുടിക്കുവാനായി തുടങ്ങി. എന്നാൽ ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുക്കിപ്പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതി ദേവിയും മറ്റു ദേവീദേവന്മാരും ഉറക്കമിളച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കുന്നത്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി. ശിവരാത്രി വ്രതം പ്രധാനമാണ്. പലരും അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു. മഹാശിവരാത്രി ദിവസം നടത്തുന്ന ആരാധനയുടെ ഫലം ഒരു വർഷം നീണ്ടു നിൽക്കുന്നു എന്നാണ് വിശ്വാസം. കൂവളത്തിന്റെ ഇലകൾ ശിവൻ അർപ്പിക്കുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃ ശിവായ, ശിവസഹസ്രനാമം തുടങ്ങിയവ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ. ശിവലിംഗങ്ങളെ പാലും തേനും വെള്ളവും കൊണ്ട് അഭിഷേകം ചെയ്ത് ആരാധിക്കുന്ന പതിവുമുണ്ട്. ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്ന് വിശ്വാസമുണ്ട്.